നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഇന്ത്യൻ സൊസൈറ്റി ഫോർ സർജറി ഓഫ് ദി ഹാൻഡിന്റെ 83ാമത് ദേശീയ കോൺഫറൻസും വർക്ക്ഷോപ്പും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അറിവുകളുടെ കേന്ദ്രമായി മാറുകയാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ ക്യാഷ് പേയ്മെന്റ് ഒഴിവാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. എറണാകുളം ജില്ലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന് തുടങ്ങിവെച്ച കൊച്ചി മെട്രോ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി അങ്കമാലിയിലേക്ക് നീട്ടുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കി. വാർത്തകൾ വിശദമായി. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രനടയിൽ പറവെപ്പും ഓട്ടംതുള്ളലും, ഉച്ചയ്ക്ക് ആനയൂട്ടും, 2026 കതിനവെടിയും, ആയിരങ്ങൾ പങ്കെടുത്ത പ്രസാദഊട്ടും ഉണ്ടായി. തുടർന്ന് നടന്ന കാഴ്ച ശ്രീവേലിക്ക് നാദസ്വരം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ അകമ്പടിയായി. സന്ധ്യയ്ക്ക് നിറമാല, ചുറ്റുവിളക്ക്, വർണ്ണമഴ എന്നിവയും വിവിധ ദേശക്കാരുടെ താലി സമർപ്പണവും നടന്നു. തുടർന്ന് നൃത്തനാടകവും ഉണ്ടായി. പുലർച്ചെ നടക്കുന്ന അശ്വതിരാവ് എഴുന്നള്ളിപ്പും പ്രസിദ്ധരായ വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന അശ്വതിരാവ് എഴുന്നള്ളിപ്പും താലപ്പൊലി മഹോത്സവത്തിന്റെ ആകർഷകമാണ്.
ഇന്ത്യൻ സൊസൈറ്റി ഫോർ സർജറി ഓഫ് ദി ഹാൻഡിന്റെ 83ാമത് ദേശീയ കോൺഫറൻസും വർക്ക്ഷോപ്പും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഇരിയാലക്കുട രൂപത അധ്യക്ഷനും ആശുപത്രി രക്ഷാധികാരിയുമായ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴ്സ് ഡയറക്ടറും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ ഭാസ്കരാനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. സീനിയർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ ആൻഡോ ആലപ്പാടൻ, ജോയിന്റ് ഡയറക്ടർ റവറൻ ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, ഓർത്തോപീഡിക് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി ഡോക്ടർ സിജു ഫ്രാൻസിസ്, സെയിന്റ് ജെയിംസ് ആശുപത്രിയിലെ ഹാൻഡ് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ PS ബിനോയ്, സെയിന്റ് ജെയിംസ് ആശുപത്രി ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ പ്രസാദ് വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പ്രഗത്ഭരായ ഹാൻഡ് സർജന്മാർ സെമിനാറിൽ പങ്കെടുക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രൊഫസർ ഭാസ്കരാനന്ദകുമാർ, ഡോക്ടർ അരുൺ രവീന്ദ്രൻ, പ്രൊഫസർ അനിൽ കെ ഭട്ട്, ഡോക്ടർ തോമസ് ഏഞ്ചലോ, ഡോക്ടർ പോൾ ജോർജ്, ഡോക്ടർ കിഷോർ, ഡോക്ടർ അജേഷ് ശങ്കരൻ, ഡോക്ടർ ഷിജിൻ ധർമ്മദേവൻ, ഡോക്ടർ അരുൺ രവീന്ദ്രൻ, ഡോക്ടർ പ്രത്യോത് തുടങ്ങി പ്രശസ്ത ഡോക്ടർമാർ ക്ലാസുകൾ നയിക്കും. Recent studies have actually proven that when the rest of the pulleys are intact, you can afford to completely divide the A4 pulley and ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അറിവുകളുടെ കേന്ദ്രമായി മാറുകയാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ എന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ കണിമംഗലം വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം ഉൾപ്പെടെ സംസ്ഥാനത്തെ 44 വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 700ഓളം സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ സംസ്ഥാനത്തെ റവന്യൂ രംഗത്ത് നടത്തിയ വിപ്ലവകരമായ മാറ്റത്തിന്റെ പ്രതിഫലനമാണ് വില്ലേജ് ഓഫീസുകൾ ഇന്ന് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. പട്ടയ മിഷൻ എന്ന പുതിയ ആശയം കൊണ്ടുവന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന പട്ടയ അസംബ്ലിയിലൂടെ പല പ്രതിസന്ധികളിൽ അകപ്പെട്ട പട്ടയങ്ങൾക്ക് നേരിന്റെ വഴി ഉണ്ടാക്കിക്കൊടുത്തത് ഈ സർക്കാരിന്റെ കാലഘട്ടത്താണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ റീസർവേ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. ഭൂരേഖയുടെ ഡിജിറ്റലൈസേഷൻ ഇന്ത്യയിലെ ആദ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും സോളാർ മേൽക്കൂര സ്ഥാപിക്കുന്നതിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി ഒല്ലൂർ മണ്ഡലത്തിലെ 18 വില്ലേജുകളിലും സോളാർ മേൽക്കൂര ഉടൻ ആരംഭിക്കും. വില്ലേജ് ഓഫീസുകളിൽ എത്തുന്നവർക്ക് നേരിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും രേഖകളും ലഭിക്കുന്ന ഡിജിറ്റൽ കിയോസ്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. തൃശ്ശൂരിലെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇത് കഴിച്ച് 43 വില്ലേജുകളിൽ കൂടി ആളുകൾ ഔപചാരികമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാനായി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ കണിമംഗലം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇന്ന് തറക്കല്ലിടുന്ന 44 വില്ലേജ് ഓഫീസുകളിലെ നിർമ്മാണോദ്ഘാടനം ഒരുമിച്ച് ഈ ചടങ്ങിൽ വെച്ച് ഓൺലൈനായി സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കട്ടെ. 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് റവന്യൂവിൻ്റെ വില്ലേജ് ഓഫീസുകൾ ഏറ്റവും പുതിയ മോഡലിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റാൻ വേണ്ടിയാണ് ഇന്ന് 44 വില്ലേജ് ഓഫീസുകളുടെ കൂടി തറക്കല്ലിടൽ ഇവിടെ വെച്ച് നടക്കുന്നത്. ഏതാണ്ട് 700ഓളം വില്ലേജുകൾ ഇപ്പോൾ സ്മാർട്ട് പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങൾ മാത്രമാണ്. കേരളത്തിൻ്റെ റവന്യൂ രംഗത്ത് നടത്തിയ വിപ്ലവം തറക്കല്ലിട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ആരംഭിക്കും എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇന്ന് നടന്ന ഉദ്ഘാടനം നടന്ന വില്ലേജ് ഓഫീസർ എൻ്റെ ഡിവിഷനിൽപ്പെട്ട വില്ലേജ് ഓഫീസായതുകൊണ്ട് അതേ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുള്ളതാണ്. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ ക്യാഷ് പേയ്മെന്റ് ഒഴിവാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. പൂർണ്ണമായും ഫാസ്ടാഗ് വഴിയോ UPI വഴിയോ പണം സ്വീകരിക്കുന്ന രീതിയിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. നിലവിൽ 98% ടോൾ ശേഖരിക്കുന്നത് ഫാസ്ടാഗ് വഴിയാണ്. ടോൾ പിരിവ് സംവിധാനം പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം.
ദേശീയപാതകളിലെ ടോൾ പിരിവ് സുതാര്യവും വേഗത്തിലുള്ളതുമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് NHAI അറിയിച്ചു. ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കാനും യാത്രക്കാരുടെ സമയം ലാഭിക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. രാജ്യത്ത് നിലവിലുള്ള 1150ഓളം ടോൾ പ്ലാസകളിൽ ഈ സംവിധാനം നടപ്പിലാക്കും. നിലവിലെ നിയമമനുസരിച്ച് ഫാസ്ടാഗ് വഴി അല്ലാതെ ടോൾ അടയ്ക്കുന്ന വാഹനങ്ങൾ ഇരട്ടി തുക നൽകണം. ടോൾ പ്ലാസകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതെന്ന് NHAI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ ഫാസ്ടാഗ് നടപ്പിലാക്കിയ ടോൾ പ്ലാസകളിലെ ശരാശരി കാത്തിരിപ്പ് സമയം 734 സെക്കൻഡിൽ നിന്ന് 47 സെക്കൻഡായി കുറഞ്ഞു എന്ന് ദേശീയപാത അതോറിറ്റിയുടെ കണ്ടെത്തൽ. 2026 അവസാനത്തോടെ എല്ലാ ടോൾ പ്ലാസകളിലും തടസ്സമില്ലാത്ത യാത്ര സാധ്യമാകുമെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നു. ചാലക്കുടി ഫ്രാൻസിസ്കൻ അൽവേർണിയ കോൺഗ്രിഗേഷൻ ചാലക്കുടി കോൺവെന്റ് ലഹരിക്കെതിരെ സന്യസ്തരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രാർത്ഥന റാലി നടത്തി. SH കോൺവെന്റിൽ നിന്ന് ആരംഭിച്ച റാലി നഗരസഭ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗത്തെ വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ വിനയ ബാസ്റ്റിൻ അധ്യക്ഷയായി. സിസ്റ്റർ മരിയ, സിസ്റ്റർ വിനീത മാത്യു, സിസ്റ്റർ ക്രിസ്റ്റ, സിസ്റ്റർ ജെയിൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ഫ്ലാഷ് മോബും അരങ്ങേറി. റാലിയിൽ സംബന്ധിച്ച് നിങ്ങളേവരെയും സിസ്റ്റർ റാണി മരിയയുടെ വലിയ സ്നേഹത്തിന്റെ ചൈതന്യത്തിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ ലോകത്തിൽ സാമൂഹ്യ അനീതികൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും യുവതലമുറയെയും ഈ ലോകങ്ങളെ കണ്ണീർ കടലിലാഴ്ത്തുന്ന ഈ മഹാവിപത്തിനെതിരെ ശബ്ദമുയർത്താനാണ് ഇന്ന് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. അനീതിക്കെതിരെ പോരാടി ജീവൻ ഹോമിച്ച വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ തിരുനാൾ ഫെബ്രുവരി 25 ആഘോഷിക്കുമ്പോൾ ഇന്നിന്റെ മഹാവിപത്തായി കാണുന്ന ലഹരിയും അതിന് അടിമപ്പെട്ട മക്കളെയും രക്ഷിക്കേണ്ടത് എറണാകുളം ജില്ലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന് തുടങ്ങിവെച്ച കൊച്ചി മെട്രോ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി അങ്കമാലിയിലേക്ക് നീട്ടുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. 3ാം ഘട്ടം എന്ന നിലയിൽ ആലുവയിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അങ്കമാലി കരയാമ്പറമ്പ് വരെയുള്ള മെട്രോ റെയിൽ പാതയുടെ പദ്ധതി രേഖ വിശദമായ റിപ്പോർട്ട് ഈ വരുന്ന ഏപ്രിലിൽ സർക്കാരിന് സമർപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കരയാമ്പറമ്പ് വരെ നീട്ടുന്ന മെട്രോ റെയിലിന്റെ റൂട്ടിന് 3 അലൈൻമെന്റുകളാണ് അധികൃതരുടെ പരിഗണനയിൽ ഉള്ളത്. ചെലവ് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതിനോടൊപ്പം പ്രശ്നങ്ങൾ അധികമില്ലാതെ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക, സാങ്കേതിക സാധ്യതകൾ തുടങ്ങിയവ പരിഗണിച്ചാണ് ആലുവയിൽ നിന്നും അങ്കമാലിയിലേക്കുള്ള മെട്രോ റെയിലിന്റെ റൂട്ട് നിശ്ചയിക്കുക. ഇതിനായി അലൈൻമെന്റുകൾ ഉൾപ്പെടുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനായി ഒരു യോഗം അങ്കമാലിയിൽ വിളിച്ചിരുന്നു. മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് അങ്കമാലിയിലെ ജനങ്ങൾ തങ്ങളുടെ ആശങ്കകളും അഭിപ്രായങ്ങളും പങ്കുവച്ചു. ആലുവയിൽ നിന്നും ആരംഭിച്ച് കരിയാട് വരെ ദേശീയപാതയിലൂടെ റോഡിന് മുകളിലൂടെ എത്തുന്ന വിധത്തിലാണ് 1ാമത്തെ അലൈൻമെന്റ് വിഭാവനം ചെയ്യുന്നത്. കരിയാട് മുതൽ വിമാനത്താവളം വരെ ഭൂമിക്കടിയിലൂടെ പോയതിനു ശേഷം അവിടെ നിന്നും റോഡിന് മുകളിലൂടെ അങ്കമാലി കരയാമ്പറമ്പ് വരെ എത്തുക എന്നതും 1ാമത്തെ അലൈൻമെന്റിൽ പെടും. ദേശീയപാതയിലൂടെ വിമാനത്താവളത്തിലേക്ക് പോകാതെ അങ്കമാലി കരയാമ്പറമ്പിൽ എത്തുന്നതാണ് 2ാമത്തെ അലൈൻമെന്റ്. ഇത് ദേശീയപാത റോഡിന് മുകളിലൂടെയായിരിക്കും റെയിൽ കടന്നു പോവുക. ആലുവ മുതൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അങ്കമാലി കരയാമ്പറമ്പ് വരെ പൂർണ്ണമായും റോഡിന് മുകളിലൂടെയായിരിക്കും 3ാമത്തെ അലൈൻമെന്റായി വന്നിട്ടുള്ള നിർദ്ദേശം. കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള റൂട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള മെട്രോ റെയിൽ നിർമ്മിക്കാൻ സാധ്യത കുറവാണ്. മണ്ണു പരിശോധന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മെട്രോയോടൊപ്പം ബൈപ്പാസ് കൂടി വന്നാലേ അങ്കമാലിയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അങ്കമാലിയുടെ ഏക പ്രതീക്ഷയും അങ്കമാലിയിലെ സാധാരണ ജനസമൂഹത്തിന്റെ ഒരു വലിയ ആശങ്കയും മാറുന്നു കൊച്ചി മെട്രോ. അങ്കമാലിയിലെ ഗതാഗതക്കുരുക്ക് ഏറ്റവും രൂക്ഷമായി ഈ
കേരള രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും തിരക്കേറിയ ഒരു പട്ടണം എന്ന നിലയിൽ വളരെ പ്രശസ്തി പിടിച്ചുപറ്റി. MC റോഡിന്റെ സംഗമസ്ഥാനമായി NHന്റെ സംഗമസ്ഥാനമായി അങ്കമാലി ടൗൺ മാറിയിട്ടും നിലവിലുള്ള തിരക്കുകളെ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്കിനെ ഒഴിവാക്കാൻ ഒട്ടേറെ പ്രോജക്റ്റുകൾ ഓരോ ഇലക്ഷൻ കാലഘട്ടങ്ങളിലും വരുന്നതല്ലാതെ ഇത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ശരിയായ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നില്ല? വളരെ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന അങ്കമാലി ബൈപ്പാസ് നാളിതുവരെ അതിന്റെ ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ട് അത് ഒരു മരീചികയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്തൊരു കുണ്ടന്നൂർ ബൈപ്പാസ് വന്നു. അതിനും ഇതുപോലെ തന്നെ കല്ലിടലുകളോ അല്ലെങ്കിൽ സ്ഥലമെടുപ്പുകളോ നടപ്പാക്കാനായിട്ട് കഴിയുന്നില്ല. മെട്രോ അങ്കമാലിയിലേക്ക് വരാമെന്ന് പറഞ്ഞത് അങ്കമാലിയിലെ ജനങ്ങളുടെ വലിയൊരു ചിരകാല അഭിലാഷമാണ് പൂർത്തിയാകാൻ പോകുന്നത്. അപ്പൊ അങ്കമാലിയിലെ വ്യാപാരികളും അതുപോലെ തന്നെ പൊതുജനങ്ങളും വളരെയധികം പ്രതീക്ഷയോടെയാണ് മെട്രോനെ നോക്കിക്കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം കാണുന്നത് ഈ മെട്രോ എയർപോർട്ടിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വയബിലിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്തുനിന്ന് അങ്കമാലിയിലേക്ക് വന്നാൽ മാത്രമേ കൂടുതൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനും വളരെയധികം സൗകര്യങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. എയർപോർട്ടിലേക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പറയില്ല, എന്നാലും എയർപോർട്ടിലേക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും ആദ്യം അങ്കമാലിക്ക് വരികയും അങ്കമാലി പ്രധാനമായിട്ടും ഹെൽത്ത് പോലുള്ള മെഡിക്കല് പോലുള്ള ഒരുപാട് മേഖലകൾ, വിദ്യാഭ്യാസ മേഖലകളുണ്ട്, അതുപോലെ തന്നെ വ്യവസായ മേഖലകളുണ്ട്. ഇവിടെ എല്ലാം ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരെല്ലാവരും ഈ മെട്രോനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങൾ, ആ യാത്രാ സൗകര്യം കൂടി കഴിഞ്ഞാൽ വളരെയധികം സൗകര്യം കിട്ടും. മെട്രോ അങ്കമാലിക്ക് വരുന്ന അടുത്തിടയ്ക്ക് ചർച്ചകളൊക്കെ കേട്ടിരുന്നു. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. വളരെയേറെ യാത്രക്കാർ എറണാകുളത്തും മറ്റു ജോലിക്ക് പോകുന്നവരും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. അവർക്ക് പോകാനായിട്ട് ഗുണപ്പെടും. പിന്നെ അത് ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി അങ്കമാലിക്ക് വരുന്നതായിരിക്കും നല്ലത്. സ്റ്റേഷനൊക്കെ അങ്കമാലി ടൗണിൽ നിന്ന് അല്പം മാറി കോതോളങ്ങരയോ രാമർമ്പലോ ഒക്കെ നിർമ്മിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഭൂഗർഭപാതയെ പറ്റിയൊക്കെ കേട്ടിരുന്നു. അത് ഇവിടെ അത്രത്തോളം വിജയിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപകരും ചേർന്ന് സമാഹരിച്ച 1,15,000 രൂപ കൈമാറി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളിലൂടെ വയോജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി തൃശൂർ ജില്ലാ ഭരണവും പരിപാലന ട്രിബ്യൂണലും ആവിഷ്കരിച്ച തിരികെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു തുക സമാഹരിച്ചതും കൈമാറിയതും. ചാലക്കുടിയിലെ ഇമ്മാനുവൽ കൃപ ട്രസ്റ്റിലെ അമ്മമാർക്കായി ശൗചാലയങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിലേക്കായാണ് രൂപ സമാഹരിച്ച് കൈമാറിയത്. രൂപ കൈമാറുന്ന സ്നേഹസ്പർശം പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി, അധ്യാപക അനധ്യാപിക പ്രതിനിധികൾ ചേർന്ന് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടിന് കൈമാറിയ ചെക്ക് MLA ഏറ്റുവാങ്ങി. ഇമ്മാനുവൽ കൃപ ട്രസ്റ്റ് ഡയറക്ടർ സിസ്റ്റർ ജാൻസിക്ക് കൈമാറി. ഒരു നോക്കു കാണുവാൻ ആത്മാവ് വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ കലാലയത്തിൻ്റെ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പദവിയിൽ അച്ഛൻ ആരാണ്, എന്നാണ് അച്ഛൻ്റെ എന്താ പറയുക പരിശീലനം, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഇതൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കി.
യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സൂചന പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി തൃശൂരിൽ അവകാശ പ്രഖ്യാപന സമ്മേളനവും സംഘടിപ്പിച്ചു. അതിജീവനത്തിനായുള്ള പോരാട്ടം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നഴ്സുമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും സമരം നടത്തുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, മറ്റ് ആശുപത്രി ജീവനക്കാർക്ക് ആനുപാതികമായ ശമ്പള വർധന, UGC സ്കെയിൽ ശമ്പളം നടപ്പിലാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കുക, NHM, പാലിയേറ്റീവ് കെയർ, MLSP, HDS, EMT ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 1,16,000 മുകളിൽ. ഒറ്റയടിക്ക് പവന് 1,400 രൂപയാണ് വർദ്ധിച്ചത്. 1,16,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച രാവിലെ ഒറ്റയടിക്ക് 800 രൂപ കുറഞ്ഞെങ്കിലും ഉച്ചയോടെ 880 രൂപയാണ് തിരിച്ചു കയറിയത്. ഗ്രാമിന് ആനുപാതികമായി 175 രൂപയാണ് വർദ്ധിച്ചത്. 14,600 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. 2-ന് രേഖപ്പെടുത്തിയ 1,07,920 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. ഇപ്പോൾ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ചായപ്പൂഴി മൃഗാശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗാശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. തിങ്കളാഴ്ച രാവിലെ 10:30 നടത്തുന്ന ധർണ കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയും ഉദ്ഘാടനം ചെയ്യും. പുളിങ്ങര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി കുന്നൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷനാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഇന്ത്യൻ സൊസൈറ്റി ഫോർ സർജറി ഓഫ് ദി ഹാൻഡിന്റെ 83ാമത് ദേശീയ കോൺഫറൻസും വർക്ക്ഷോപ്പും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അറിവുകളുടെ കേന്ദ്രമായി മാറുകയാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ ക്യാഷ് പേയ്മെന്റ് ഒഴിവാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. എറണാകുളം ജില്ലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന് തുടങ്ങിവെച്ച കൊച്ചി മെട്രോ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി അങ്കമാലിയിലേക്ക് നീട്ടുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.